ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി ആൻഡ് എസ് കോഡിംഗ് ലാബ്സ്. അപ്പോൾ ജയിക്കാൻ ഒരു നിമിഷം മതി, തോൽക്കാൻ മനസ്സില്ല എന്ന് തീരുമാനിക്കുന്ന ആ ഒരു നിമിഷം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ ആ സിമ്പിൾ പ്രോഗ്രാമിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. സോ കമൻസിനെ പറ്റി നോക്കാം. കമൻസ് ഒരു പ്രോഗ്രാമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. നമ്മൾ എഴുതിയ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കമൻസ് എഴുതുന്നത്. അപ്പോൾ കമൻസ് രണ്ട് തരമുണ്ട്. സിംഗിൾ ലൈൻ കമൻസ് ഉണ്ട്, പിന്നെ മൾട്ടി ലൈൻ കമൻസ് ഉണ്ട്. 2 ഫോർവേഡ് സ്ലാഷിൽ തുടങ്ങുന്നതാണ് സിംഗിൾ ലൈൻ കമൻറ്റ്. നമ്മൾ 2 ഫോർവേഡ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ആ ലൈനിലുള്ള മൊത്തം ഒരു സിംഗിൾ ലൈൻ കമൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മൾട്ടി ലൈൻ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് സ്ലാഷ് സ്റ്റാർ എന്ന് തുടങ്ങും. അത് കഴിഞ്ഞ് സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് വരുന്നിടം വരെയും നമുക്ക് മൾട്ടി ലൈൻ കമൻസ് ആയിരിക്കും. അതിൻ്റെ പേര് പോലെ തന്നെ ഒന്നിൽ കൂടുതലുള്ള ലൈനുകളെ കമൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മൾട്ടി ലൈൻ കമൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുന്ന കമൻസിനെ കമ്പൈലർ ഇഗ്നോർ ചെയ്ത് കളയും. അത് കമ്പൈലർ എടുക്കില്ല. അതാണ് കമൻസിൻ്റെ വേറൊരു പ്രത്യേകത. അടുത്തതായി നമുക്ക് ഇൻറ്റ് മെയിൻ എന്നാന്ന് നോക്കാം. ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആ മീനിങ്, അതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ മീനിങ്. ഇനി C++ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പർ കേസിൽ എഴുതുന്ന ഇൻറ്റ് മെയിൻ എന്നുള്ള അപ്പർ കേസിൽ എഴുതുന്നതും ലോവർ കേസിൽ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞാൽ അത് എററായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻറ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ എന്നാണ് അർത്ഥം. അതായത് ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണെന്ന് കാണിക്കാനാണ് ഇൻറ്റ് മെയിൻ എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ തീരുന്ന സമയത്ത് ഒരു ഇൻറ്റീജർ വാല്യൂവിനെ ഇവൻ തിരിച്ചു കൊടുക്കുമെന്നാണ്. അതാണ് ഇവിടെ കാണുന്ന റിട്ടേൺ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ ഫംഗ്ഷൻ തീർന്നു കഴിയുമ്പോൾ 0 എന്ന ഇൻറ്റീജറാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇത് സക്സസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്തെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്ന റിട്ടേൺ 0. ഇനി ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പഠിക്കും. ഇനി അടുത്ത ലൈനിലുള്ളതെന്ന് പറഞ്ഞാൽ കേർലി ബ്രേസസ്. അത് ഒരു ഓപ്പണിംഗ് കേർലി ബ്രേസും ഉണ്ട്, ക്ലോസിംഗ് കേർലി ബ്രേസും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ ഡിസ്റ്റിങ്ഷനാണ്. ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ കാണിക്കാനായിട്ടാണ് നമ്മൾ കേർലി ബ്രേസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്ന ഒരു C++ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്ന ഒരു സെമി കോളനിലാണ്. അതാണ് അവിടെ കാണുന്ന ആ സെമി കോളൻ. എല്ലാ C++ സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു സെമി കോളനിലാണ് അവസാനിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.